ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗവും ദുരുപയോഗവും മൂലമുണ്ടാകുന്ന വിപത്തുകളെ നേരിടാൻ ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സജ്ജരാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗം കാരണം രോഗാണുക്കൾക്ക് മരുന്നുകളോട് പ്രതികരിക്കാനാവാത്ത അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക് സാക്ഷരതയിൽ ഏറ്റവും പ്രധാനമാണ് അവബോധം. സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ജില്ലാതല AMR കമ്മിറ്റി രൂപീകരിക്കുകയും സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷര ജില്ലയാക്കി മാറ്റാൻ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സംബന്ധിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിക്കും. ആർദ്രം മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ KK വാർത്താ തരംഗിണിയോട്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നായാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. ശരീരത്തെ ആക്രമിക്കുന്ന രോഗാണുക്കൾക്കെതിരെ പൊരുതി അവയെ നശിപ്പിച്ച് രോഗമുക്തി നൽകുന്ന മരുന്നുകളാണ് ആന്റിമൈക്രോബിയൽസ്. ആന്റിബയോട്ടിക്കുകൾ, ആന്റി ഫംഗൽ, ആന്റിവൈറൽ മരുന്നുകളെല്ലാം ഈ ഗണത്തിൽ പെടുന്നു. ഇവയുടെ നിയന്ത്രണരഹിതമായ ഉപയോഗം മൂലം അണുക്കൾ ആന്റിമൈക്രോബിയൽസിനെതിരെ പ്രതിരോധശേഷി നേടുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ കാരണം. പലപ്പോഴും ജലദോഷവുമായി എത്തുന്ന രോഗികൾ പോലും ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇതൊരു അപകടകരമായ പ്രവണതയാണ്. ജലദോഷം ഉണ്ടാക്കുന്നത് വൈറസുകളാണെന്നിരിക്കെ അനാവശ്യമായി ആന്റിബയോട്ടിക് കഴിക്കുന്നത് റെസിസ്റ്റൻസിന് കാരണമാകുന്നു. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും കൃഷിയിലുമൊക്കെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ ഭക്ഷണമായി കഴിക്കുന്നതിലൂടെ മനുഷ്യരിലേക്കും ആന്റിബയോട്ടിക്കുകൾ എത്തുന്നു. കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകൾ മലമൂത്ര വിസർജനത്തിലൂടെ വെള്ളത്തിലും മണ്ണിലും കലരുകയും മനുഷ്യരിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മൃഗപരിപാലനത്തിലും കൃഷിയിലുമുള്ള അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗം അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന് വലിയ തോതിൽ കാരണമാകുന്നു. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് നേടിയ അണുക്കൾക്ക് അവയുടെ പ്രതിരോധ ജീനുകൾ മറ്റണുക്കളുമായി പങ്കിടാൻ സാധിക്കും. ഇതൊരു വളരെ ആശങ്കാജനകമായ സാഹചര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളമാണ് 2018 കാർസാപ്പ് എന്ന കർമ്മ പദ്ധതി രൂപീകരിച്ചത്. കേരളത്തെ ആന്റിബയോട്ടിക് സാക്ഷര സംസ്ഥാനമാക്കുക, പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് നിരീക്ഷണ ശൃംഖല വിപുലീകരിക്കുക എന്നിവയൊക്കെ അടങ്ങിയ ഒരു ബൃഹത് പദ്ധതിയാണ് കാർസാപ്പ്. ഈ പദ്ധതിയുടെ ഭാഗമായി ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗത്തെപ്പറ്റിയും AMR പ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയും കുട്ടികളടക്കം എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിച്ചു വരുന്നു. കുറിപ്പടികളില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകാൻ പാടില്ല എന്ന നിർദ്ദേശം എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും നൽകിയിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയുന്നതിനായി നീല കവറുകളിൽ നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉപയോഗശേഷം ബാക്കി വരുന്ന ആന്റിബയോട്ടിക്കുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൽപ്പെട്ട പ്രൗഡ് എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ജില്ലാതലത്തിൽ AMR കമ്മിറ്റികൾ വഴിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത് പൊതുജനങ്ങൾക്കാണ്. ഡോക്ടർ കുറിപ്പടിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ മാത്രം സ്വീകരിക്കുക. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ അതെഴുതാൻ ഡോക്ടറെ നിർബന്ധിക്കാതിരിക്കുക. ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർ പറഞ്ഞ അത്രയും കാലയളവിൽ കൃത്യമായി കഴിക്കുക. രോഗം കുറഞ്ഞെന്ന് തോന്നിയാലും കോഴ്സ് പൂർത്തിയാക്കുക. ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയോ ചികിത്സയ്ക്ക് ശേഷം ബാക്കി വരുന്ന ആന്റിബയോട്ടിക്കുകൾ കഴിക്കുകയോ ചെയ്യരുത്. ഉപയോഗശേഷം ബാക്കി വന്നതോ കാലഹരണപ്പെട്ടതോ ആയ ആന്റിബയോട്ടിക്കുകൾ ആശുപത്രിയിലോ മെഡിക്കൽ സ്റ്റോറിലോ തിരിച്ചെത്തിക്കുക. അവ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാനോ മണ്ണിൽ കളയാനോ പാടില്ല. അണുബാധ തടയുന്നതിന് പതിവായി കൈ കഴുകുകയും രോഗികളുമായി സമ്പർക്കം ഒഴിവാക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാലാനുസൃതമായി എടുക്കുകയും ചെയ്യുക.